ഞാൻ കണ്ടു എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മോളിലൊരാളിരിപ്പുണ്ട്, അത് കണ്ടായിരുന്നോ? ശരി, എന്തായാലും ഞാൻ അവരോടും പറയില്ല. എവിടെ ഇരുന്നോ അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചേക്ക്. കാവ്യ, ഞാൻ അവരോടും പറയില്ല കേട്ടോ. ഹലോ, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പരിചയമില്ലാത്തവർ സംസാരിക്കാമെന്നോ? അവരോട് സംസാരിക്കാൻ പോരുതെന്ന്. കാണാൻ മാത്രമേ ഡീസന്റ് ആയിട്ടുണ്ടാവും. They are very bad boys. ഇങ്ങോട്ട് നോക്ക്. Be careful. എന്താ ഇത്? ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ക്രിമിനലിനെ നോക്കുന്ന പോലെ നോക്കുകയാണോ? ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ക്രിമിനൽ തന്നെയാ. ആ അളിയ, ഫോട്ടോസ് ഒക്കെ കിട്ടിയായിരുന്നോ? കിട്ടിയളിയ. രാവിലെ ലക്ഷ്മിയുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാ, സൂക്ഷിക്കണം. ശരി അളിയ. ഇതൊക്കെ നീ എന്തിനാ എടുത്തത്? വീട്ടിലുള്ളതൊന്നും പോരെ. ചെല്, കൊണ്ടുവച്ചിട്ട് വാ. എന്റെ അമ്മ രാക്ഷസി, എത്ര ധൈര്യമുണ്ട് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ? ചെല്, എല്ലാം തിരിച്ചുകൊണ്ടിരിക്കും. മാം, തിരിച്ചു വെക്കണ്ട മാം. സോറി, ആക്ച്വലി ചെറിയ കുട്ടിയല്ലേ, അറിയാതെ. ഓൾറെഡി ബിൽ പേ ചെയ്തു മാം. ആര്? അതാ ആ പോകുന്ന സാറാ. എടാ, ഒരു പാവയുടെ തല ക്ലൂ ആയിട്ട് എടുത്തോണ്ട് സംയുക്തയുടെ കേസും സമൃദ്ധയുടെ കേസും നീ ഒന്നായിട്ട് കാണരുത്. അളിയ, ഈ കേസിൽ നമുക്ക് കിട്ടിയ ഒരു ഒറ്റ ക്ലൂ ആ പാവയുടെ തലയാ. അത് വെച്ച് നമുക്ക് മൂവ് ചെയ്യാന്നേ ഉള്ളൂ. ഈ കേസ് എങ്ങനെ മൂവ് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അതല്ല അളിയ, അളി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ പിടിക്കാം. നീ ആവശ്യമില്ലാത്ത പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അമൃതയെ കൊന്ന ഡേവിഡ് രാജ് ഉണ്ടല്ലോ, അവനെ പിടിച്ചു കഴിഞ്ഞു. ഇന്നത്തോടെ ആ കേസ് ക്ലോസ് ആവുകയും ചെയ്യും. മനസ്സിലായല്ലോ? അതല്ല അളിയ, ഞാൻ ഒരു കോഴിയെ കൊല്ല ധൈര്യം പോലെ ഇരിക്കില്ല മാഡം. പിന്നെ എങ്ങനെ ഞാൻ കുട്ടിയെ കൊല്ല? പിന്നെന്തിനാടാ പോലീസിനെ കണ്ടപ്പോ പേടിച്ചോടിയത്? പേടിച്ചു ഓടിയതാ മാഡം.